ഞങ്ങളുടെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്, അദബ് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്കും ദീനിനും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. നാദക്ഷരം കുറിച്ച മക്കൾക്ക് നീ പ്രത്യേകം ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ മക്കളുടെയും കുടുംബങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ ആഫാത്ത് മുസീബാത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സാഹചര്യങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അസൂയകളുടെ അസൂയകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വല്ല ശത്രുക്കളും ശത്രുതകളും ഞങ്ങൾക്കെതിരെയുണ്ടോ അതറിയുന്നവൻ നീ മാത്രമാണല്ലോ അല്ലാഹ്. ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് ഒഴിവാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കച്ചവടങ്ങൾ തൊഴിലുകൾ തുടങ്ങി ഞങ്ങൾക്ക് ജീവിക്കുവാൻ നീ നൽകിയ മാർഗങ്ങളുണ്ട്, അതിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ പ്രത്യേക കാവലേർപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനുറഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളി മദ്രസ തുടങ്ങി ദീനിന്റെ എല്ലാ കാര്യങ്ങളിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. റഹ്മാനുറഹീമായ അല്ലാഹുവേ, നിന്റെ മഹ്ലഫുകൾ കൊണ്ട് നിന്റെ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞങ്ങളുടെ ദുആവിനെ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവർക്ക് ബർസഖിയായ ജീവിതം നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗാനുഭൂതിയുള്ള ഖബറുകളാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗം പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമായ ഖബറുകളാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ട ഖബറുകളാക്കണേ അല്ലാഹ്.